തിരുവനന്തപുരം മുതൽ ഉള്ള കണക്കുകൾ നമ്മളോട് പറയുന്നത് ഇതാണ്. 2019 2024 തമ്മിലുള്ള വ്യത്യാസം വളരെ വിസിബിളാണ്. നോക്കൂ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2024 ആകുമ്പോഴേക്കും UDF സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 57,926 വോട്ടുകളുടെ കുറവാണ് ശശി തരൂരിന് സംഭവിച്ചിരിക്കുന്നത് 2024 ആകുമ്പോൾ. 2019 4,16,131 വോട്ടുകളാണ് ശശി തരൂരിന് കിട്ടുന്നതെങ്കിൽ അത് 2024 ആകുമ്പോഴേക്കും 3,58,185 വോട്ടായിട്ട് ചുരുങ്ങുന്നു. എന്ന് പറഞ്ഞാൽ 57,000 വോട്ടിൻ്റെ കുറവ് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ UDF ഉണ്ടാവുന്നു. ഈ കുറവ് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന് പോയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇത്തവണ മത്സരത്തിന് സി ദിവാകരനല്ല, പകരം പന്നിൻ രവീന്ദ്രൻ എത്തുമ്പോൾ LDF വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. നോക്കാം, 2019 LDF വോട്ട് 2,58,556 എന്ന ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് നിലയായിരുന്നു. ആ വോട്ട് നിലയിൽ നിന്നും 2024 ആകുമ്പോഴേക്കും വീണ്ടും 10,000 വോട്ട് കൂടി LDF നഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് പന്നിൻ രവീന്ദ്രൻ ഇന്ന് പണമൊഴുക്കി നേടിയ വിജയം എന്നാരോപിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും. കഴിഞ്ഞ തവണ നേടിയ 2,58,000 നിന്ന് 10,000 വോട്ടുകൾ കൂടി കുറഞ്ഞ് 2,47,642 എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി ഇഫക്റ്റും വലിയ രീതിയിൽ നിന്ന് 2019 കുറവ് വോട്ടുകൾ മാത്രമേ പന്നിൻ രവീന്ദ്രന് തലസ്ഥാനത്ത് സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം വോട്ട് വർധന ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. NDA 3,16,142 വോട്ടുകളാണ് 2019 നേടിയതെങ്കിൽ 25,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് 3,42,078 വോട്ടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 25,936 വോട്ടുകളുടെ വർധനവ് NDA തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതത്ര ചെറിയ കാര്യമല്ല. കാരണം ഇതിൽ പെർസെൻറ്റേജ് വൈസ് ഡിഫറൻസ് നോക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യമാവുക. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. 41% ഉണ്ടായിരുന്ന UDF വോട്ടിൽ ഒരു ഡിപ്പ് സംഭവിക്കുന്നു. എത്രയിലേക്ക്? 37.66%. എത്ര ശതമാനത്തിൻ്റെ കുറവെന്ന് നോക്കൂ. ഏകദേശം 3.5% അധികം കുറവ് സംഭവിക്കുന്നു UDF വോട്ട് ബാങ്കിൽ. അതേസമയം LDF വോട്ട് ബാങ്ക് ആ അർത്ഥത്തിൽ കുറവ് സംഭവിക്കുന്നില്ല. NDAയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന വർധനവ് 31% നിന്ന് 35.97% വർദ്ധിക്കുന്നു. 31.3 നിന്ന് 35.97% ആയിട്ട് വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 4% വർധനവ് NDA സ്വന്തമാക്കുന്നു എന്നർത്ഥം. അതായത് UDF നിന്ന് പോകുന്ന വോട്ടുകൾ സ്വാഭാവികമായും NDAയിലേക്ക് പോയിരിക്കുന്നു. യെസ്, കാരണം 35.97 എന്ന് പറയുമ്പോൾ അത് 36 തന്നെയാണ്. 36 തന്നെയാണ് എന്ന് പറഞ്ഞാൽ 5% ഡിഫറൻസ് ഉണ്ട്. 5% ഡിഫറൻസ് വരുന്നു. പക്ഷേ ആ 5 പോയിന്റ് ഡിഫറൻസ് എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം. സ്വാഭാവികമായും UDF നിന്നിറങ്ങിയ വോട്ടുകളാണ് കൂടുതലും NDAയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ശശി തരൂരിന് ശബരിമല സീസണിലും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഇമ്പാക്റ്റിലും 2019 ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന വോട്ടുകളിൽ നല്ലൊരു വിഭാഗവും രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഓരോ നിയമസഭാ മണ്ഡലമെടുത്ത് പരിശോധിച്ചാൽ തലസ്ഥാന നഗരിയിലെ നഗരപ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാവുകയും തീരദേശങ്ങളിലേക്ക് വരുമ്പോൾ ശശി തരൂരിൻ്റെ വോട്ട് കൂടുന്നതായിട്ടും കാണാം. ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുള്ള ഇപ്പോഴത്തെ ഡിഫറൻസ് വളരെ ചുരുങ്ങി 15,000-ഓളം ഡിഫറൻസായി. 16,000-ഓളം വോട്ടുകൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ എന്നത് ഓർമ്മിക്കണം. ഇത് യഥാർത്ഥത്തിലൊരു ട്രെൻഡ് ആണെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്, ഇത്തവണ അത് രാജീവ് ചന്ദ്രശേഖരനാണ്. പൂർണ്ണമായിട്ടും മലയാളി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പുറത്തായിരുന്നു ഏറെക്കാലവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്ന് മത്സരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ NDAക്ക് സാധിക്കുന്നു, പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. 35.97 എന്ന വലിയ നമ്പറിലേക്ക് മാറുന്നു എന്നത് ചെറിയ കാര്യമല്ല. മൊത്തത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ വർധനവ് വരുത്തിയിരിക്കുന്നത് 3.6% ആണ്. പക്ഷേ ഇവിടെ വർധനവ് വരുത്തിയിരിക്കുന്നത് അറൗണ്ട് 5% ആണ്. ഇതെങ്ങനെ